Good morning, students. We are going to discuss about the structural chromosomal aberrations, that is inversion. In the last two classes, we had discussed about the two other structural chromosomal aberrations, that is duplication and deletion. In this class, we will discuss about inversion. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്ട്രക്ചറൽ ക്രോമസോമൽ അബറേഷനായ ഇൻവേർഷനെ കുറിച്ചാണ്. അപ്പം ലാസ്റ്റ് രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്ട്രക്ചറൽ ക്രോമസോമൽ അബറേഷൻസ് ആയ ഡ്യൂപ്ലിക്കേഷനും ഡിലീഷനും ആയിരുന്നു. വാട്ട് ഈസ് ഇൻവേർഷൻ? ഇൻവേർഷൻ ഈസ് എ തേർഡ് ടൈപ്പ് ഓഫ് ക്രോമസോം റീഅറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് എ ക്രോമസോം സെഗ്മെൻറ്റ് ഈസ് ഇൻവേർട്ടഡ്. ഇറ്റ് ഈസ് ടേൺഡ് 180 ഡിഗ്രീസ്. അപ്പോൾ ഒരു ക്രോമസോമൽ സെഗ്മെൻറ്റ് ഇൻവേർട്ടഡ് ആകുന്ന ഒരു ക്രോമസോമൽ മ്യൂട്ടേഷനാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേർട്ടഡ് ആണെങ്കിൽ ആ ക്രോമസോമൽ സെഗ്മെൻറ്റ് 180 ഡിഗ്രി കറങ്ങിയിട്ടാണ് ഇൻവേർട്ട് ആവുന്നത്. സോ ഫോർ എൻ ഇൻവേർഷൻ ടു ടേക്ക് പ്ലേസ് ദി ക്രോമസോം മസ്റ്റ് ബ്രേക്ക് ഇൻ 2 പ്ലേസസ്. അപ്പോൾ ഒരു ഇൻവേർഷൻ നടക്കണമെങ്കിൽ ആ ക്രോമസോമിൻ്റെ ആ സെഗ്മെൻറ്റ് ക്രോമസോമിന്ന് ബ്രേക്ക് ചെയ്തിട്ട് 180 ഡിഗ്രി കറങ്ങിയിട്ട് പിന്നെയും ജോയിൻ ചെയ്യണം. അപ്പം അങ്ങനെയാണ് ഇൻവേർഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻവേർഷൻ എന്ന് പറയുന്നത് ഒരു തേർഡ് ടൈപ്പ് ഓഫ് ക്രോമസോമൽ മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ആ സെഗ്മെൻറ്റ് ഇൻവേർട്ടഡ് ആയിരിക്കും. മാത്രമല്ല ആ ഇൻവേർഷൻ നടക്കണമെങ്കിൽ ആ സെഗ്മെൻറ്റ് 180 ഡിഗ്രിയിൽ തിരിയുമ്പോഴാണ് ആ സെഗ്മെൻറ്റ് ഇൻവേർട്ടഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോമസോമിൽ 2 ബ്രേക്കേജ് ഉണ്ടാകണം. സോ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദി ടൈപ്സ് ഓഫ് ഇൻവേർഷൻ. മെയിൻലി ഇൻവേർഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പെരിസെൻട്രിക് ആൻഡ് പാരാസെൻട്രിക് ഇൻവേർഷൻ. But based on the number of inverted segment and the number of breaks in the chromosome, there are two major kind of inversion, that is single inversion and complex inversion, and homozygous and heterozygous inversion. അപ്പോൾ മെയിൻലി 2 ടൈപ്പ് ഇൻവേർഷൻ ആണ് പഠിക്കാനുള്ളത്, പെരിസെൻട്രിക് ഇൻവേർഷൻ ആൻഡ് പാരാസെൻട്രിക് ഇൻവേർഷൻ. ഇത് കൂടാതെ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഇൻവേർട്ടഡ് സെഗ്മെൻറ്റ്സ്, അതായത് ഇൻവേർട്ടഡ് സെഗ്മെൻറ്റിൻ്റെ നമ്പർ അനുസരിച്ചിട്ടും പിന്നെ നമ്പർ ഓഫ് ബ്രേക്സ് ഇൻ ദി ക്രോമസോം അനുസരിച്ചിട്ടും അതിനെ നമുക്ക് പിന്നെയും വേറെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻവേർഷൻ നമുക്ക് സിംഗിൾ ഇൻവേർഷൻ ആൻഡ് കോംപ്ലക്സ് ഇൻവേർഷൻ എന്നും ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ് ഇൻവേർഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഇൻവേർഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മെയിൻലി പെരിസെൻട്രിക് ആൻഡ് പാരാസെൻട്രിക് ഇൻവേർഷൻ ആയിട്ടാണ്. പക്ഷേ ആ ക്രോമസോമിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ബ്രേക്കേജ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് സെഗ്മെൻറ്റിൻ്റെ നമ്പർ അനുസരിച്ചിട്ട് നമുക്കതിനെ സിംഗിൾ ആൻഡ് കോംപ്ലക്സ് ഇൻവേർഷൻ എന്നും ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ് ഇൻവേർഷൻ എന്നുമായിട്ടും കൂടി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ദി പാരാസെൻട്രിക് ആൻഡ് ഇൻവേർഷൻ ആൻഡ് പെരിസെൻട്രിക് ഇൻവേർഷൻ. So in the paracentric inversion, it does not include the centromere, whereas in the pericentric inversion, the inversion includes the centromere. So there are mainly 2 types of inversion, that is paracentric inversion and pericentric inversion. The paracentric inversion does not includes the centromere, whereas the pericentric inversion includes the centromere. അപ്പോൾ ഈ ഫിഗർ നോക്കാം നമുക്ക്. ഇപ്പോൾ 2 ടൈപ്പ് ഇൻവേർഷനാണ് മെയിൻലി ഉള്ളത്, പാരാസെൻട്രിക് ഇൻവേർഷനും പെരിസെൻട്രിക് ഇൻവേർഷനും. ഇത് കൂടാതെ തന്നെ നമ്പർ ഓഫ് ബ്രേക്കേജിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്രോമസോം സെഗ്മെൻറ്റ് ഇൻവേർഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ക്രോമസോം സെഗ്മെൻറ്റിൻ്റെ നമ്പർ അനുസരിച്ചിട്ട് നമുക്ക് ഇൻവേർഷനെ വേറെ 2 ആയിട്ടും കൂടി ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഇൻവേർഷനും ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ് ഇൻവേർഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് പാരാസെൻട്രിക് ഇൻവേർഷൻ ആൻഡ് പെരിസെൻട്രിക് ഇൻവേർഷൻ. അപ്പോൾ പാരാസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ കൂടാതെ ഇൻവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പാരാസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് സെൻട്രോമിയർ ഉള്ള പോർഷൻ അല്ല ഇൻവേർഷൻ നടക്കുക, സെൻട്രോമിയർ ഇല്ലാത്ത ക്രോമസോം സെഗ്മെൻ്റാണ് ഇൻവേർട്ട് ചെയ്യുന്നത്. പക്ഷേ സെൻട്രോമിയർ ഉള്ള ക്രോമസോം സെഗ്മെൻ്റാണ് ഇൻവേർട്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സെൻട്രോമിയറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇൻവേർഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പെരിസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറയും. അപ്പോൾ സെൻട്രോമിയർ ഇല്ലാത്ത ഇൻവേർഷനാണ് പാരാസെൻട്രിക് ഇൻവേർഷൻ, സെൻട്രോമിയറിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് നടക്കുന്ന ഇൻവേർഷനാണ് പെരിസെൻട്രിക് ഇൻവേർഷൻ. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ക്രോമസോം സെഗ്മെൻ്റാണ് ABCDEFGH. ഇതിൻ്റെ സെൻട്രോമിയർ വരുന്നത് ഇൻ്റെയും എഫിൻ്റെയും ഇടയിലാണ്. അവിടെ ഒരു ലൈന് വെച്ചിട്ട് സെൻട്രോമിയർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരാസെൻട്രിക് ഇൻവേർഷൻ്റെ കേസിൽ സെൻട്രോമിയർ
ഇൻവോൾവ് ചെയ്യുന്നില്ല. സെൻട്രോമിയറിനെ ഒഴിവാക്കിയിട്ടാണ് ഇൻവേർഷൻ നടക്കുക. അപ്പോൾ ഇവിടെ ഇൻവേർഷൻ നടക്കുന്ന സെഗ്മെൻറ്റ് BCD ആണ്. അപ്പോൾ അതിൽ സെൻട്രോമിയർ വരുന്നില്ല. അപ്പോൾ ആ BCD സെഗ്മെൻറ്റ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അതെന്തായും തല തിരിഞ്ഞ് വരും. അതാണ് DCB എന്നായിട്ട് വരും. എന്നിട്ടാണ് അത് പോയിട്ട് പിന്നെയും ആ എൻ്റെയും ബീൻ്റെ ഇടയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻവേർഷൻ നടക്കുമ്പോൾ അതിൽ സെൻട്രോമിയറിനെ ഇൻവോൾവ് ചെയ്യുന്നില്ല. സെൻട്രോമിയറിന് അവിടെ യാതൊരു റോളുമില്ല. അപ്പോൾ അങ്ങനത്തെ സെൻട്രോമിയർ ഇല്ലാത്ത ഇൻവേർഷനെയാണ് നമ്മൾ പാരാസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ഇൻവേർഷനാണ് പെരിസെൻട്രിക് ഇൻവേർഷൻ. അപ്പോൾ പെരിസെൻട്രിക് ഇൻവേർഷനിൽ എന്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? സെൻട്രോമിയറിനെയും കൂടി കൂട്ടിയിട്ടാണ് ഇൻവേർഷൻ നടക്കുന്നത്. അപ്പോൾ ABCDEFGHൽ ഇൻ്റെയും എഫിൻ്റെ ഇടയിലാണ് സെൻട്രോമിയർ വരുന്നത്. അതൊരു ലൈൻ വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻവേർട്ട് ചെയ്യാൻ പോകുന്ന സെഗ്മെൻറ്റ് DEF ആണ്. അപ്പോൾ ഇൻ്റെയും എഫിൻ്റെയും ഇടയിൽ ആരുണ്ട്? സെൻട്രോമിയർ ഉണ്ട്. അപ്പോൾ സെൻട്രോമിയറിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇവിടെ ഇൻവേർഷൻ നടക്കുന്നത്. അപ്പോൾ ഈ DEF സെഗ്മെൻറ്റ്, അതായത് ഇൻ്റെയും എഫിൻ്റെ ഇടയിൽ സെൻട്രോമിയർ ഉള്ള ഈ DEF സെഗ്മെൻറ്റ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? FED സെഗ്മെൻ്റ് ആയിട്ട് മാറും. ഇതാണ് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അവിടെ എന്ത് നടക്കുന്നു? പെരിസെൻട്രിക് ഇൻവേർഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ സെൻട്രോമിയറിനെ കൂട്ടിയിട്ടാണ് ഇൻവേർഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പെരിസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻവേർഷൻ ഇസ് ദി സിംഗിൾ ആൻഡ് കോംപ്ലക്സ് ഇൻവേർഷൻ. In the single inversion, only one segment is inverted. If more than one segment is inverted, it is known as complex inversion. അപ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇൻവേർഷൻ്റെ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് സിംഗിൾ ആൻഡ് കോംപ്ലക്സ് ഇൻവേർഷൻ. അപ്പോൾ സിംഗിൾ ഇൻവേർഷൻ എന്ന് വെച്ചാൽ സിംഗിൾ മീൻസ് 1. സിംഗിൾ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ സിംഗിൾ ഇൻവേർഷനിൽ എത്ര ഇൻവേർട്ടഡ് സെഗ്മെൻറ്റ് ഉണ്ടാവും? ഒരു ഇൻവേർട്ടഡ് സെഗ്മെൻറ്റേ ഉണ്ടാവും. അപ്പോൾ സിംഗിൾ ഇൻവേർഷൻ പേര് തന്നെ ഉണ്ട്. അപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ സിംഗിൾ ഇൻവേർഷനിൽ ഒരു ക്രോമസോം സെഗ്മെൻറ്റ് മാത്രമേ ഇൻവേർട്ട് ചെയ്യൂ. കോംപ്ലക്സ് ഇൻവേർഷനിൽ മോർ ദാൻ 1 സെഗ്മെൻറ്റ് ഇൻവേർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഇൻവേർഷൻ്റെ സിംഗിൾ ആൻഡ് കോംപ്ലക്സ് ഇൻവേർഷൻ. സിംഗിൾ മീൻസ് 1, അതുകൊണ്ട് തന്നെ ഒരൊറ്റ ക്രോമസോം സെഗ്മെൻറ്റ് മാത്രമേ ഇൻവേർട്ട് ചെയ്യൂ. കോംപ്ലക്സ് മീൻസ് മോർ ദാൻ 1 സെഗ്മെൻറ്റ് വിൽ ബി ഇൻവേർട്ടഡ്. Next is the homozygous and heterozygous inversion. In the case of homozygous inversion, both homologues are inverted, whereas in the heterozygous inversion, one homologue is uninverted and companion is inverted. ഇപ്പോൾ homologous ഇൻവേർഷനിൽ 2 ഹോമലോഗ്സും ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉണ്ടാകുക. പക്ഷേ ഹെട്രോസൈഗസ് ഇൻവേർഷനിൽ എന്താണ്? ഒരു ഹോമലോഗ് ഇൻവേർട്ടഡും ഒരു ഹോമലോഗ് അൺഇൻവേർട്ടഡ് ആയിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് അതിന് ഹെട്രോസൈഗസ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഹോമോ മീൻസ് സിമിലർ, ഹെട്രോ മീൻസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഹോമോസൈഗസ് ഇൻവേർഷനിൽ 2 ഹോമലോഗ് സെഗ്മെൻറ്റും ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അവർ സിമിലർ ആണ്. പക്ഷേ ഹെട്രോസൈഗസ് ഇൻവേർഷനിൽ ഒന്ന് ഇൻവേർട്ടഡും ഒന്ന് എന്താണ്? അൺഇൻവേർട്ടഡ് ആയിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും? നോൺ സിമിലർ ആണ്, ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവരെ ഹെട്രോസൈഗസ് ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വി വിൽ സ്റ്റഡി ദി എഫക്റ്റ് ഓഫ് ഇൻവേർഷൻ. ദി ഇൻവേർഷൻ ഹെൽപ്പ് ടു റീറ്റെയിൻ ദി ഒറിജിനൽ ജീൻ കോമ്പിനേഷൻ ബൈ റെഡ്യൂസിങ് ദി ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി. അപ്പോൾ ഇൻവേർഷൻ നടന്നു കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ കുറയും. അപ്പോൾ ക്രോസിംഗ് ഓവർ എന്താണെന്ന് നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കും. ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ യൂണിറ്റ് പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഈ ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി കുറഞ്ഞിട്ട് ഒറിജിനൽ ജീൻ കോമ്പിനേഷൻ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവേർഷൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഇൻവേർഷൻ എൻഹാൻസസ് ദി പൊസിഷൻ എഫക്റ്റ് ആൻഡ് ദെർബൈ പ്രൊഡ്യൂസസ് ഫീനോടൈപ്പിക് ചേഞ്ചസ്. Next, inversion produces position effect and produces phenotypic changes. Third effect is that inversion causes chromosome polymorphism within a population, leading to karyotype evolution. But the chromosome polymorphism. Polymorphism means different types of chromosome will be produced, which leads to karyotype evolution. അപ്പോൾ കാരിയോടൈപ്പ് മീൻസ് ഒരു ഓർഗാനിസത്തിൻ്റെ ക്രോമസോമിൻ്റെ മൊത്തം റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ കാരിയോടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻസിലുള്ള ക്രോമസോംസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അതിനെ കാരിയോടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഈ കാരിയോടൈപ്പിൻ്റെ മാറ്റം വരുന്നത് ക്രോമസോം പോളിമോർഫിസത്തിലൂടെയാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോമസോം പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കാരിയോടൈപ്പ് മാറുന്നത്. അപ്പോൾ അത് ആ ഒരു മാറ്റം വരുത്തുന്നത് ഈ ഇൻവേർഷൻ കാരണമാണ്. നെക്സ്റ്റ്, ഇൻവേർഷൻ പ്രൊഡ്യൂസ് ബാലൻസ്ഡ് ജീൻ കോംപ്ലക്സസ് ത്രൂ റിഡക്ഷൻ ഓഫ് ക്രോസിംഗ് ഓവർ, വിച്ച് ഇൻ ടേൺ കൺഫേഴ്സ് ഗ്രേറ്റർ ബയോളജിക്കൽ ഫിറ്റ്നസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് എവല്യൂഷണറി പൊട്ടൻഷ്യൽ. അപ്പോൾ ഇൻവേർഷൻ കാരണം
ബാലൻസ്ഡ് ജീൻ കോംപ്ലക്സ് ഉണ്ടാവും. അത് ക്രോസിംഗ് ഓവർ റെഡ്യൂസ് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് ബയോളജിക്കൽ ഫിറ്റ്നസ് കൂട്ടും. താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രാൻസ്ലൊക്കേഷൻ ഡിസ്കസ് ചെയ്യാം. അതാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ക്രോമസോമൽ അബറേഷൻസ്. താങ്ക് യു.